തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്നും വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. 16-കാരന് IS ചേർക്കാൻ ശ്രമം ഉണ്ടായി. അത് 2 ദിവസം മുൻപ് നടന്നു. അതിന്റെ തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവത്തിൽ കനകമല കേസിൽ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട്. കേരളത്തിൽ ISന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള എല്ലാം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അല്ല, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവും. കാരണം IS ഒരു വെറുതെ ഒരു ദിവസം പൊട്ടി മുളച്ച സാധനമല്ല. IS വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഉണ്ടായി വന്ന ഓർഗനൈസേഷൻ. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നതുകൊണ്ട് അതൊരു മൊസാദ് ഉണ്ടാക്കിയതല്ല എന്ന് നമ്മൾ കരുതുന്നത് വേണ്ട. കാരണം വെച്ചാൽ ഇസ്ലാം എന്തൊക്കെ പറയുന്നു, ഇസ്ലാമിന് ഗുണവും ദോഷമൊക്കെ ഉണ്ട്. ഇപ്പം ഖുർആൻ എന്നുള്ള ഗ്രന്ഥം ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ചിട്ട് പിന്നെ മുഹമ്മദ് നബിക്ക് അള്ളാഹിന് ഉണ്ടായിട്ട് വെളിപാടുകളാണ്. ശരി, ഓക്കെ. ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ വിവിധ സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉൾവിളികളാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹ് എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ ചരിത്രപരമായ വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹ് കൊടുത്തിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ അത് ഓരോ സാഹചര്യത്തിലാണ്. മനസ്സിലായി? യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ശത്രുവിനെ നിഗ്രഹിക്കണമുണ്ട്. സമാധാനത്തിൻ്റെ സാഹചര്യത്തിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ശത്രുവിനെ അയാളെ മതം തന്നെ അയാൾ ഫോളോ ചെയ്തോട്ടെ, ചെറിയ നീതി തന്നാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഇത് മുസ്ലിങ്ങൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം, ലിബറൽ മുസ്ലിങ്ങൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പറയും. അതായത് മറ്റുള്ളവരും നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഉള്ള സൈഡ്. മുസ്ലിം വിരുദ്ധർ മറ്റേ ശത്രുവിനെ കൊന്നു കളയണം, ജീവിക്കാൻ അവകാശമില്ല, കൈവെട്ടണം കാല് വെട്ടണം എന്നുള്ളതാണ്. തീവ്രവാദ മുസ്ലിങ്ങളും അത് തന്നെ പറയും. അതാണ് ഇവരും തമ്മിലുള്ള സാദൃശ്യം. എല്ലാ തീവ്രവാദികളും തമ്മിലൊരു സാദൃശ്യമുണ്ട്. അവർ ഒരേ കാഴ്ചയായിരിക്കും. എല്ലാ മിതവാദികളും തമ്മിലൊരു കാഴ്ചയുണ്ട്, അതും ഏതാണ്ട് ഒരേ കാഴ്ചയായിരിക്കും. അപ്പം ഇതിൻ്റെ ഈ വിഷയത്തിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ISന്റെ കാര്യം എന്ന് വെച്ചാൽ, IS ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്നതിൻ്റെ ഒരു പ്രവാചകൻ്റെ, നമ്മളിപ്പോൾ ഇസ്ലാമിൽ നമുക്ക് സംശയം വന്നാൽ നമുക്ക് പ്രവാചകനെയാണ് നോക്കേണ്ടത്. ഇത്തരം നിശംസതകളൊന്നും പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ചെയ്തിട്ടില്ല. മനസ്സിലായി? ഞാനങ്ങനെ നോക്കില്ലേ. ഇവന്മാർ മൊത്തം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. ആയിരക്കണക്കിന് ഹദീസുകളും ഈ ഖുർആനിലുള്ള കോൺട്രഡിക്ഷൻ എല്ലാം കൊണ്ട് ഈ മുല്ലാമാർ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. ഈ കൺഫ്യൂസ്ഡ് ആക്കുമ്പോൾ ഞാൻ നോക്കി എപ്പോഴും പ്രവാചകൻ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി, പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ ശത്രുക്കൾ ഇടപെട്ടിട്ടുള്ളൂ. യുദ്ധത്തെ സമയത്ത് കൊല്ലേണ്ട സമയത്തൊക്കെ ആയുധമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു. ഇപ്പോഴത്തെ ജനാധിപത്യത്തിൻ്റെ തോത് വെച്ച് അദ്ദേഹത്തെ അളക്കില്ല. അന്നത്തെ ആ കാട്ടാള സാഹചര്യത്തിൽ അദ്ദേഹത്തിനോ ഭേദപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതൊന്നുമല്ല IS ചെയ്യുന്നത്. വെറുതെ ആളുകളെ കൊണ്ടുപോയി കയത്ത് വെട്ടുക, സ്ത്രീകളെ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തിട്ട് ലേലം പിടിച്ച് വിൽക്കുക, യസീദികളെ വംശനാശം ചെയ്യുക, ഇതൊന്നും പ്രവാചകൻ ചെയ്തിട്ടില്ല. ജൂതന്മാരുമായിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുമായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു, ഖുറൈശികളുമായിട്ട്. ഇപ്പോൾ ഹിന്ദു മതം പോലെയുള്ള അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ശത്രുവിൻ്റെ പേര്, ഒരു പെണ്ണിൻ്റെ പേര് ഹിന്ദ് എന്നായിരുന്നു. ഇന്ത്യ എന്നുള്ള പോലെ ഇന്ത്യ അവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്കിയ കുട്ടിയുടെ ആ ശത്രുവിൻ്റെ അച്ഛനായ കുട്ടിക്ക് പേരിട്ട് ഹിന്ദ് എന്ന് പേരിട്ടു. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള നിശംസതയൊന്നും ചെയ്തിട്ടില്ല. പ്രവാചകൻ ലൈഫിൽ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിലുള്ള ചതിയോ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള മുസ്ലിം പടയോട്ട കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം IS ചെയ്ത് അതല്ല. IS ലോകത്തുള്ള മുസ്ലിംസിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കുകയാണ് ഇസ്ലാമിൻ്റെ പേരിൽ. അവരേറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് കേരളത്തിലേക്കും പറയുന്നത് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളതും മുസ്ലിങ്ങളെയാണ്. ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഒറ്റ ജൂതനെ പോലും അവർ കൊന്നിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടോ ഇല്ലയെന്ന്. എന്തെങ്കിലും നീ വെരിഫൈ ചെയ്ത് കേൾക്കുന്നത് വെരിഫൈ ചെയ്യട്ടെ. പക്ഷേ ISന്റെ ഒരു ഉണ്ടായി വന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് ഈ സിയോണിസ്റ്റുകൾക്കും ഇമ്പീരിയലിസ്റ്റുകൾക്കും. കാരണം എന്ന് വെച്ചാൽ, ഇപ്പം പഴയ ഒരു IS ഭീകരനാണ് അവരെ ഗദ്ദാഫിയത്തിന് നല്ല സിറിയയിലെ പോലത്തെ ഭരണാധികാരി. മനസ്സിലായി? അങ്ങനെ IS ഭീകരണ ഭരണാധികാരിയാക്കാൻ പറ്റുക? അത്രയും പിന്നെ ഇസ്രായേലികൾ ഈ സിയോണിസ്റ്റുകൾക്കും അമേരിക്കക്കാർക്കും പേടിയാണെങ്കിൽ, അല്ലെ വെറുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ IS എന്നുള്ള സാധനം അങ്ങേരം ദുരൂഹമാണ്. പക്ഷെ അത് മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും നേരിടുന്നു എന്ന് മുസ്ലിം മതമൗലികവാദികൾ പറയുന്നു. എനിക്കങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. എല്ലാ പ്രദേശത്തും പല രീതിയിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, എല്ലാ മതപ്പെട്ട ആളുകളും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഫീലിൽ പ്രതികാരം ചെയ്യാൻ വന്നൊരു വിഭാഗമാണ്. അവരെ കൂടെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എന്നൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന വലിയ ഇമ്പോർട്ടൻസും മുസ്ലിംസിൻ്റെ ഇടയിൽ പൊതുവേ ഉള്ള എല്ലാവരും തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും എവിടെയോ ചില മൗനങ്ങളുണ്ട്. അത് ഗുണകരമാകുന്നുണ്ട്. പിന്നെ ഇവരെ ഫണ്ട് ചെയ്യുന്ന ഏതോ ഒരു ഘടകമുണ്ട്, പൈസ. ഈ കുട്ടിയുടെ അച്ഛൻ എന്തുകൊണ്ടായിരിക്കും IS? അയാൾക്ക് എന്ത് പ്രശ്നം? ആരാൻ്റെ മകൻ, വേറെ സമുദായത്തിൽപ്പെട്ടവൻ, അവനെ പിന്നെ എന്തായാലും അയാൾക്ക് എന്താണ്? അപ്പോൾ അയാൾക്ക് അതിന് പൈസ കിട്ടുന്നുണ്ടോ? ഈ ലണ്ടനും ബ്രിട്ടനും എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവിടെ പട്ടീനെ പോലെയാണ് അത് ഇന്ത്യക്കാരും ജീവിക്കുന്നത്.
അവിടെ മര്യാദയ്ക്ക് ജീവിതം അധികം കുറച്ചുകൂടിയും പിന്നെ എന്താണ് ഇവിടെ പണ്ടത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള ഹിന്ദുക്കളും പിന്നെ ഹിന്ദുസിന് പൊതുവെ, കാരണം ഹിന്ദുസും ക്രിസ്ത്യൻസും കുറച്ചുകൂടി ടെക്നീഷ്യൻസ് ആയിട്ടാണ് അവിടെ കുറച്ച് മുസ്ലിംസ് പലപ്പോഴും ഭാഷ മാത്രം പഠിച്ചുകൊണ്ടൊക്കെ പോകുന്ന ആളുകളാണ്. പലരും അവിടെ ജീവിക്കുന്നതുകൊണ്ട് വളരെ പരിതാപകരമായ സാധ്യത. അപ്പോൾ അയാൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? അല്ലെ മതത്തിനോടുള്ള സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നില്ല. മതത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഒരുത്തനും IS-നെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം IS ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്ന സാധനമാണ്. തീവ്രവാദികൾ പൊതുവെ അതിൽ ഏറ്റവും ചീത്തപ്പേരുണ്ടാക്കുന്ന IS ആണ്. മനസ്സിലായില്ലേ? അവർ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളെ തന്നെയാണ്. അപ്പം കേരളത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിൽ നമുക്ക് ഒരുപാട് ഈ പറയുന്നതിൻ്റെ അതിരി ലോകത്തെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള മുസ്ലിം സൊസൈറ്റിയാണ് ഇവർ. കേരളത്തിലെ മുസ്ലിംസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും അവർക്കൊരു എന്തുണ്ട്, ഒരു സ്നേഹമുണ്ട്. കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു മുസ്ലിങ്ങളെയും അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തെയും എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക്, ചില സംഘടനകൾക്കും ഏറ്റവും കൂടുതൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത്. ഇവിടെ ലവ് ജിഹാദ് നടന്നിട്ടുള്ളതായി അവർ പറയുന്നുണ്ട്. കാരണം മതപരിവർത്തനമുണ്ട്. പിന്നീട് ഈ കുട്ടിയെ മതപാഠശാലയിൽ പഠിപ്പിക്കുകയാണ്. അല്ലല്ല, അതിൻ്റെ ഒരു പ്രശ്നം നീ ഇപ്പോൾ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും. ഈ കുട്ടിയെ ഈ പറ്റിയൊരു ഇൻഫർമേഷൻ പുറത്തുനിന്ന് മതപാഠശാലകളിൽ നിന്നല്ലേ. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു ലോകത്തുള്ള കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളോട് മുസ്ലിങ്ങൾ ആഭിമുഖ്യമുണ്ട്. പക്ഷേ തീവ്രവാദത്തോടൊരു അവേഷനുണ്ട്. പക്ഷേ ഈ അവേഷൻ ഉള്ളതുകൊണ്ടാണ് അവരെ റിപ്പോർട്ട് ചെയ്തത്. അല്ലെ അവർ റിപ്പോർട്ട് ചെയ്യണ ആവശ്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ തീവ്രവാദ പ്രസ്ഥാനത്തിനോട് എന്താ ആഭിമുഖ്യമാണെങ്കിൽ ഒരു സ്വീകാര്യതയില്ല. അത് മദിനിക്കൊക്കെ സപ്പോർട്ട് കുറഞ്ഞു പോയത് അതുകൊണ്ടാണ്. അത് ഇപ്പോഴത്തെ ഈ ഓൺലൈനിൽ വന്നിട്ട് പ്രത്യേക പണിയൊന്നും ഇല്ലാത്തവൻ പിന്നെ ഈ ക്രിസംഖികൾക്കും പിന്നെ RSS തന്നെ അനുഭാവികൾ എന്ന് കുറച്ച് വിഷം കൂടിയ ആളുകൾ അവർക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് അവന്മാർ ഈ തീവ്ര ലൈൻ എടുക്കുന്നു എന്നല്ലാതെ സാധാരണഗതിയിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെ തീവ്രവാദത്തെ ഇഷ്ടപ്പെടുന്നവരെ പ്രോത്സാഹിക്കുന്നില്ല. അവർ മതം വളർത്തണമെന്നൊക്കെ ഉണ്ട്, മതത്തെ ഫണ്ട് ചെയ്യുന്നുണ്ട്. തീവ്രവാദത്തിന് ഒരു ഓപ്പൺ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇനി തീവ്രവാദത്തിന് സൈലന്റ് ആയിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ചില ആളുകൾ. അല്ലെങ്കിൽ ഇവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അന്യ സമുദായത്തിൽ വന്ന ഒരു പയ്യൻ നമ്മുടെ സമുദായത്തിന് വേണ്ടി ഷഹീദാവാൻ തയ്യാറാവുന്നത് വലിയ സംഭവമല്ലേ. അവർ ആ രീതിയിൽ ആഘോഷിക്കുകയല്ലേ ചെയ്യുക. അത് ചെയ്തില്ല അവർ. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ തന്നെ വേറെ എന്തോന്ന് മുസ്ലിം പാരൻസ് തന്നെ പഠനയിലെ കേസ്, പഠനയിൽ ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ ലവ് ജിഹാദ് കേസ്, ഇതാദ്യം ആ വീട്ടുകാരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസിനോട്. അത് ചെയ്തിട്ടില്ല നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പം മദിനീനൊക്കെ അവിടുന്ന് നമ്മളെയൊക്കെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ പാഠങ്ങൾ നമുക്ക് എൻ്റെ വാപ്പ മദിനീൻ്റെ കേസറ്റ് ഒരിക്കലും പ്ലേ ചെയ്തിട്ട് ടേപ്പ് കാർഡ് എടുത്ത് ഏതൊരു നമ്മളെ ഗൾഫിൽ നിന്ന് അകന്ന ബന്ധു, അത് ഗൾഫിൽ നിന്ന് വന്ന സമയം ഞങ്ങളെ വീടുകളൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പം ഈ മദിനീൻ്റെ ഇത് പ്ലേ ചെയ്യുന്നത് എടുത്തെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഇത്. ബാക്കി മറ്റുള്ള ഈ പറയുന്ന മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി അടങ്ങുമെന്ന് എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അവർ ഈ പറയുന്ന എല്ലാം കൂടി എടുത്ത് അത് മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയല്ല ഇത്. പക്ഷേ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വെച്ചാൽ ഒന്നീ സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ ഈ പറയുന്ന IS-നെ പടച്ചുവിട്ട ആളുകളുടെ ഏജന്റുകളിലൂടെ ഉണ്ടാവും. അല്ല, കേരളം അപ്പോൾ ഒരു വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്ന് പലരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം വിവരങ്ങൾ വരുമ്പോൾ അത് അങ്ങനെയല്ല. കേരളം തീവ്രവാദത്തിനല്ല, ഈ ഇസ്ലാമിക വിശ്വാസത്തിന് കുറച്ച് വളക്കൂറുള്ള മണ്ണായി, ഇസ്ലാമിക സെൻസിബിലിറ്റിക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നുണ്ട് പല മേഖലയിൽ. ഇപ്പം അതിന്റെ ഒരു ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഈ മറ്റേ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? മതത്തിന്റെ പ്രചരണത്തിന്, മതത്തിന്റെ പത്രങ്ങള്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ വഴി സാമൂഹികമായ സ്വാധീനം കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകൾ മീനും പിടിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. കേരളത്തിലുള്ള നമ്മളെ പൊതുവെ സെക്യുലർ അങ്ങനെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രണ്ട് രീതിയിൽ. ഒന്നീ മലേഷ്യയൊക്കെ പോലെ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകും. അതല്ല, ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഇപ്പൊ ഇവരത് പുറത്ത് മതപാഠശാലകൾ തന്നെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് അത് ഒതുങ്ങി. ആ മാതൃക നമ്മൾ ഫോളോ ചെയ്ത പ്രശ്നമല്ല. പക്ഷേ ഈ ഇസ്ലാമിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയും ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മതപാഠനശാലകളും മത നേതാക്കന്മാരും കുടുംബങ്ങളും ഒക്കെ ഒരു ഗ്ലോറിഫിക്കേഷൻ നൽകുകയും മറച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപകടമാണ്. അല്ലെങ്കിൽ അപകടമൊന്നുമില്ല. അത് നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. നമ്മൾ ഇത്തിരി മാത്രം സോഷ്യൽ മീഡിയ തുറന്ന ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്ന മുസ്ലിങ്ങളാണ്. നമ്മളെ ആളുകളുടെ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആളുകളും അത്ര തീരെ ശരിയല്ല. അത് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അങ്ങനെയാണോ? നമ്മൾ കാണുന്ന മുസ്ലിങ്ങൾ അങ്ങനെയാണോ? അല്ലല്ലോ. നമുക്ക് വ്യത്യസ്തമായ എനിക്ക് വ്യത്യസ്തമായി എന്നോട് ഭയങ്കര മോശമായിട്ട് ഇടപെട്ട മുസ്ലിങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്, അതിൽ അനുഭവങ്ങളുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരള സൊസൈറ്റി അങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റുകളായി തിരിക്കുകയും
അവിടെ ഹിന്ദു ക്രിസ്ത്യൻ ഒരുമിച്ച് മുസ്ലിംസിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം വളരെ തന്ത്രപരമായി നടക്കുന്നില്ല. അതിന് പിന്നെ RSS ആണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറെ ശക്തികളാണ്. RSSന് അങ്ങനെയൊന്നുമില്ല. RSS തൽക്കാലം BJP ജയിക്കണം, അതിന് ക്രിസ്ത്യാനികളെ വോട്ട് വേണമെന്നല്ലാതെ ഈ ഇപ്പം തന്നെ ഈ ഹിന്ദു മുസ്ലിങ്ങളെ ഇനി തമ്മിലടിപ്പിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനികളെ തമ്മിലടിച്ച് കൊണ്ടുപോകണമെന്നുള്ള അജണ്ട ഒന്നും അവർക്ക് ഇപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നാഷണൽ മുഖ്യധാരയുടെ ഭാഗമായിട്ട് ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്നുള്ള അജണ്ടയാണ് RSSൻ്റെ. അതിനൊരു ഹിന്ദു എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആളുകളുണ്ട്, അതായത് ഇന്ത്യയെ തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ അറേബ്യൻ രാജ്യങ്ങൾ തകർക്കണം. അറേബ്യൻ രാജ്യങ്ങൾ ഏറ്റവും നല്ല ഇപ്പോഴുള്ള ഭരണകൂടങ്ങൾ തുടരുകയാണ്. സൗദിയിലും ഖത്തറിലും യമനിലും ജോർദാനിലും ഒക്കെ ഇപ്പോഴുള്ള ആളുകൾ തുടരുന്നതാണ് നല്ലത്. കാരണം ഈ ജനാധിപത്യവാദികൾ നിന്ന് യങ്സ്റ്റേഴ്സ് ഈ ന്യൂ മൂവ്മെൻറ്റിന് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രാജ്യങ്ങളെ തീവ്രവാദ കേന്ദ്രങ്ങളായി മാറും. കാരണം അവരുടെ ഉള്ളിലൊരു തീവ്രവാദമുണ്ട്. ഇസ്ലാമിസ്റ്റുകളാണ് അവർ. ഇസ്ലാമിസ്റ്റിൻ്റെ ഉള്ളിൽ തീവ്രവാദം. ഞാനൊന്നും ഇസ്ലാമിസ്റ്റ് അല്ല, ഞാൻ ഇസ്ലാം മാത്രമാണ്. എൻ്റെ എൻ്റെ ഒരു പ്രൈവറ്റ് അഫെയർ മാത്രമാണ് എനിക്ക് എൻ്റെ മതം. അല്ല എൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ അഫെയർ ഒന്നും അത് ഒരു സ്വാധീനം ചെലുത്തുന്നില്ല. അത് എൻ്റെ വിശ്വാസം, ഞാൻ കൊണ്ടെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതിനെക്കാളും നല്ലത് ഈ രാജകുടുംബങ്ങളൊക്കെ. അപ്പോൾ ഇവർ തന്നെയാണ് അങ്ങനെ ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് അറേബ്യയിലും മുസ്ലിങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതേസമയം അവർ അറേബ്യൻ രാജാക്കന്മാരുടെ വളരെ വേണ്ടപ്പെട്ടവരാണ്. അടുത്ത കാലം വരെ നമുക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. ആരാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇത്. നമ്മൾ പെട്ടെന്ന് വന്ന് മുസ്ലിം ഭീകരവാദികൾ അല്ലെങ്കിൽ ഹിന്ദു വർഗീയ എന്നൊന്നും പറയുന്ന കാര്യമല്ല. നമ്മൾ സൂക്ഷ്മതലത്തിൽ അനലൈസ് ചെയ്യണം. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരോ RSSകാരോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യരുത്. അതിൽ കാര്യമുണ്ടോ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ടീമാണ്. മറ്റേ എന്നെ പേഴ്സണൽ വിരോധം കൊണ്ടല്ല, എൻ്റെ നിലപാടുകൾ അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് അവരുടെ നിലപാടുകൾ. പക്ഷേ ഞാൻ അവരെ ലിസൺ ചെയ്യാറുണ്ട്. ഞാൻ മുമ്പ് ലിസൺ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ എന്താണ് വ്യൂ പോയിന്റ് എന്ന് ഞാൻ കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും ഞാനത് വെരിഫൈ ചെയ്യാറുണ്ട്. അതെന്താ സത്യം പറഞ്ഞാൽ ഞാനത് പറയാറുമുണ്ട്. ഇനി മുമ്പ് ഞാൻ ഭയങ്കര RSSനെതിരാളി വിമർശകനായിരുന്നില്ല. അന്ന് ഞാൻ RSS നന്നായി കേൾക്കുമായിരുന്നു. അന്ന് അവർ പറഞ്ഞ ചില കാര്യം ഞാനിത് വെരിഫൈ ചെയ്തപ്പോൾ ശരിയെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ആ വിരോധം മാറ്റിയത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ആരുടെ അടിമയോ ആരുടെയെങ്കിലും ആജന്മ ശത്രുവായിട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.